ഞാനിവിടെ 7 വർഷമായിട്ട് ഇരിക്കുന്ന ആളാണ്. ആദ്യ ടൈം 1.5 വർഷം, ഈ ടൈമിൽ നേരത്തെ സംഗതി ബിന്ദു സമയത്തൊക്കെ അവിടെ തന്നെയാണ് ഓഫീസ്. അന്ന് ഈ രൂപത്തിലല്ല. ഈ ചെയ്ത ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഈ പാർട്ടീഷനും ഈ സംവിധാനമൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ തമ്മിൽ യാതൊരു കുഴപ്പവുമില്ല. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ ചെറിയ ഒരു പ്രശ്നം കൂടാതെ മാത്രമേ ഞങ്ങൾ എന്റെ അനിയൻ തന്നെ പ്രശാന്തിനെ ഈ 3 മാസം ഞാൻ അഭ്യർത്ഥിച്ചേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പക്ഷേ ഇവിടെ എന്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. അത്രയും മാത്രം മതി. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനിയിപ്പോ ഞാനും എന്റെ ആൾക്കാർ വരാതിരിക്കാൻ എന്നെ കാണാൻ വരുന്നവരൊക്കെ ഇവിടെ ഇരിക്കേണ്ടവരാണ്. നമ്മൾ മുത്തടിയോ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് വാടക പിന്നീട് തീരുന്നത് വരെ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. അതിലൊന്നും ഒരു തർക്കമില്ല. ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. അപ്പോ സഹോദരരുടെ തുല്യനായിട്ടാണ് പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഫോൺ വിളിക്കുമ്പോ പറ്റില്ല എന്നുള്ള നിലപാട് എടുത്തത്. അല്ലാതെ ഞാൻ നാളെ തന്നെ ഒഴിഞ്ഞേക്കാമെന്നാണ് പറയുന്നത്. നാളെ തന്നെ ഞാൻ മാഡത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എന്റെ ഓഫീസും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയേക്കാം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒഴിയണം എന്നുള്ള ചർച്ച വന്നപ്പോ ഓഫീസ് നിലവിൽ റെന്റെടുത്തിരിക്കുന്ന നിയമപ്രകാരം മാർച്ച് മാസം വരെ കാലാവധിയുള്ള MLA എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാടകക്കാരൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് പറ്റില്ലെന്ന് പറയണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കൂടി വിളിക്കുന്ന ആളിനോട് ആ ആവശ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞ് നാളെ തന്നെ എല്ലാം എടുത്തുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി അത് വ്യക്തമാക്കുന്നുള്ളതാണ്. ഇപ്പോ ശ്രീലേഖ പറഞ്ഞത്. അവര് അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദൃശ്യം കാണിക്കുകയും ചെയ്തു. അതായത് ഈ കോർപ്പറേഷൻ ഈ കെട്ടിടത്തിന്റെ പുറത്ത് ഏറ്റവും മുകളിലത്തെ താഴത്തെ നില കൗൺസിലറുടെ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതേക്കുറിച്ച് എന്താ അങ്ങേക്ക് പറയാനുള്ളത്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 2015-19 കാലത്ത് ഞാൻ മേയറായിരിക്കുമ്പോഴാണ് ഈ വാർഡ് ഓഫീസുകൾ കൗൺസിലർമാർക്ക് നൽകാൻ തീരുമാനിക്കുന്നത്. അന്ന് ഞങ്ങളെടുത്ത തീരുമാനം സ്വന്തമായി കോർപ്പറേഷന്റെ കെട്ടിടം വാർഡുകളിൽ ഉണ്ടെങ്കിൽ അത് കൗൺസിലർമാർക്ക് പ്രയോജനപ്പെടുത്തണം. ഇല്ല എങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അവിടെ വാടക നഗരസഭ നൽകും. അങ്ങനെയാണ് ഇവിടെ നേരത്തെ ഒരു ഓഡിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസായിരുന്നു. ഞങ്ങളുടെ സ്പിരിഡിൽ തന്നെ ഇതൊരു കോൺക്രീറ്റ് കെട്ടിടമാക്കി രൂപീകരിച്ചു. ഇന്ന് ഈ കാണുന്ന ഓഫീസ് രൂപത്തിലല്ല, ഇതൊരു തുറന്ന ഹാളായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലം കണ്ടെത്തി ഇത് പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഓഫീസാക്കി ഇതിനെ മാറ്റിയത്. അതിനുശേഷം 7 വർഷം മുന്നോട്ട് പോവുകയാണ്. 5 വർഷക്കാലം LDFന്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് BJPയുടെ കൗൺസിലറായിരുന്ന ശ്രീ മധുസൂദനൻ നായർ കൗൺസിലറായിരുന്നു.
അപ്പൊ ഇത്രയും വർഷക്കാലം ഇല്ലാത്ത അസൗകര്യവും ബുദ്ധിമുട്ടും എന്താണ് MLA ഇവിടെ തുടരുന്നത് കൊണ്ട് മാഡത്തിനുണ്ടാകുന്നത്? ഇപ്പൊ ഞാനിപ്പോ എന്നെ നേരിട്ട് കണ്ടപ്പോഴും ചോദിച്ചതാണ്. അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഇവിടെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒരു തകരാറും ഇതുവരെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്. ജനങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നത് വിവിധ ആവശ്യങ്ങൾക്കാണ്. അത് പറയാനും അവരെ കേൾക്കാനും ഉള്ള ഒരു സ്ഥലം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൗൺസിലറെ കാണാൻ വരുന്നവർ MLA ഓഫീസിൽ കയറിയതെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇറക്കിവിടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ MLA കാണാൻ വരുന്നവർ അപ്പുറത്ത് പോകുന്നതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീലേഖ പറയുന്ന ഒരു കാര്യം, താങ്കൾക്ക് അത് കൗൺസിൽ അത് നിയമപരമായിട്ട് കൈമാറിയിട്ടുണ്ട് എന്ന് അത് രേഖകൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് നിയമപരമായി കൈമാറി നേരത്തെ സംശയം കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. ഈ അത് നമുക്ക് കോർപ്പറേഷൻ ഭരണസമിതിയുടെ ആളാണല്ലോ, സ്വാഭാവികമായിട്ടും അതവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾക്ക് കൃത്യമായി കൗൺസിൽ ഡിസിഷൻ അത് പ്രകാരം വാടക നിശ്ചയിച്ചിരുന്നത് കോർപ്പറേഷനാണ്. ആ വാടക നമ്മൾ അടച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത കുറവില്ല. ഏതെങ്കിലും കോർപ്പറേഷന്റെ ഒരു ഓഫീസിൽ 7 വർഷക്കാലമായിട്ട് ഈ പറയുന്ന രേഖകളൊന്നും ഇല്ലാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. മാത്രമല്ല ഒരു സഹോദര സ്ഥാനത്ത് നിന്നാണ് സംസാരിച്ചത്. പിന്നീട് പ്രശാന്താണ് പിന്നീട് വളരെ പരുഷമായ വാക്കുകൾ സംസാരിച്ചത്. പ്രശാന്ത് റെക്കോർഡിംഗ് വോയിസുകൾ പുറത്തുവിടട്ടെ എന്നും ശ്രീലേഖ പറയുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ നേരിട്ട് സംസാരിച്ച ആ വിഷയം പറഞ്ഞല്ലോ. ശ്രീലേഖ അവർ ചേച്ചി എന്ന നിലയ്ക്ക് ഞാനും ചേച്ചിയുടെ അഭിസംബോധന ചെയ്തു. അപ്പൊ ഞാനും വളരെ സ്നേഹത്തോടു കൂടി കൗൺസിലർ MLA വിളിച്ചിരിക്കുന്നു, വളരെ സന്തോഷം, എന്നിട്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച്. പക്ഷെ വിഷയം ഒഴിയണമെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോ എന്തു പറയണം? ഒരു യാചനയുടെ സ്വഭാവമായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ യാചന സ്വീകരിച്ചുകൊണ്ട് നാളെ തന്നെ ഞാൻ പെട്ടി പ്രമാണം എടുത്തുകൊണ്ട് ഇവിടുന്ന് പോണോ?